നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ അബദ്ധമൊക്കെ ആർക്കാണ് സംഭവിക്കാത്തത്? എന്നാൽ അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ പ്രവാസിക്ക് അബദ്ധം കൊണ്ട് നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതും 6.5 ലക്ഷത്തോളം. ആലപ്പുഴ പാണ്ടനാട് പ്രയാർ കിഴുവള്ളിൽ പുത്തൻപറമ്പിൽ ഷാജിയുടെ പണമാണ് ഇത്തരത്തിൽ നഷ്ടമായത്. സംഭവത്തിൽ തെങ്കാശി സ്വദേശി 43 വയസ്സുള്ള ബാലമുരുകനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ പാഴ്വസ്തുക്കൾ വിറ്റപ്പോൾ പ്രവാസിയായ ഷാജിയുടെ ATM കാർഡ് അതിൽ അബദ്ധത്തിൽ ഉൾപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമായത്. പാഴ്വസ്തുക്കൾക്കൊപ്പം കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പ്രവാസിയുടെ 6.5 ലക്ഷത്തോളം രൂപ തമിഴ്നാട് സ്വദേശി പിൻവലിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്നത്. നാട്ടിലെത്തിയ ഷാജി വീട്ടിലെ പാഴ്വസ്തുക്കൾ വിറ്റു. ഇതിനൊപ്പം ATM കാർഡ് ഉൾപ്പെട്ടത് അറിഞ്ഞില്ല. കാർഡ് കിട്ടിയ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ 6.5 ലക്ഷത്തോളം രൂപ 15 ദിവസങ്ങളിലായി പിൻവലിച്ചു. കാർഡിൽ പിൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 25 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഷാജിക്ക് SBI ചെങ്ങന്നൂർ ശാഖയിൽ നിന്ന് 2018 പുതിയ കാർഡ് ലഭിച്ചത്. കാർഡ് വീട്ടിൽ തന്നെ വെച്ച് കുറച്ച് ദിവസങ്ങൾക്കകം അബുദാബിയിലെ ജോലി സ്ഥലത്തേക്ക് ഇദ്ദേഹം മടങ്ങുകയായിരുന്നു. തിരിച്ചെത്തി പഴയ സാധനങ്ങൾ വിറ്റപ്പോഴാണ് കാർഡും അക്കൂട്ടത്തിൽ പോയത്. വിദേശത്തെ മൊബൈൽ നമ്പറാണ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരുന്നത്. ഈ ഫോൺ കൊണ്ടുവന്നതുമില്ല. ഇതുമൂലം പണം പിൻവലിച്ച സന്ദേശങ്ങൾ ഇദ്ദേഹം അറിഞ്ഞില്ല. കഴിഞ്ഞ ഒക്ടോബർ 25 ബാങ്കിലെത്തി പണം പിൻവലിക്കാൻ ചെക്ക് നൽകിയപ്പോഴാണ് 6.5 ലക്ഷത്തോളം രൂപ കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചതായി അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ചെങ്ങന്നൂർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. ഒക്ടോബർ 7-നും 22-നും ഇടയിലെ 15 ദിവസങ്ങൾക്കുള്ളിൽ 61 തവണ കാർഡ് ഉപയോഗിച്ചു പണം പിൻവലിച്ചതായി കണ്ടെത്തി. തിരുവനന്തപുരം, പുനലൂർ, മധുര, നാമക്കൽ, സേലം തുടങ്ങിയ സ്ഥലങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം എടുത്തത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ATMലെ CCTV ദൃശ്യങ്ങളിൽ ഒരു ലോറി സ്ഥിരമായി എത്തിയത് കണ്ടെത്തി. ലോറി ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബാലമുരുകൻ വലയിലായത്. തിരുവല്ലയിലെ കടയിൽ നിന്ന് പാഴ്വസ്തുക്കൾ കൊണ്ടുപോകാനെത്തിയ ഇയാൾ അതിൽ കണ്ട കാർഡ് മോഷ്ടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. 6 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. DYSP MK ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ SHO AC വിപിൻ, SIമാരായ MC അഭിലാഷ്, ബാലാജി S കുറുപ്പ്, CPOമാരായ G ഉണ്ണികൃഷ്ണപിള്ള, മുഹമ്മദ് ഷഫീഖ്, അരുൺ ഭാസ്കർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. എന്തായാലും ഇത്രയും വർഷം വിദേശത്ത് കിടന്ന കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒറ്റയടിക്ക് പോയത് ഒരു പ്രവാസിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കാൻ പ്രവാസികൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.